അപ്പോൾ ഇന്ന് ഞാനാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞാനായിരിക്കും. കാരണം നമ്മുടെ മീനൂട്ടിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ ഞാൻ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വിചാരിക്കണം. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നറിയാം. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. വെൽക്കം MJ അങ്കിൾ, ആരി ചേച്ചി, മധു അങ്കിൾ. നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയാലോ? എക്സൈറ്റഡ് അല്ലേ? എനർജി അല്ലേ? ഓക്കെ, അപ്പൊ മധുങ്ങളെ എന്തെങ്കിലും പറയാനുണ്ടല്ലോ? എന്തോ പറയാനുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ് ഇന്ന് ഏതൊക്കെ പാട്ടുകളാണ് കുട്ടികൾ പാടാൻ പോകുന്നത് എന്നുള്ളൊരു കൗതുകം. അതെ, എല്ലാവർക്കും അതെ, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കൗതുകമുണ്ട്, ആകാംക്ഷ. And it is going to be a journey with Achu. യെസ്, അതാണ്. പിന്നെ അച്ഛന്റെ ഡ്രസ് കൊള്ളാട്ടോ, അടിപൊളിയായിട്ട്. താങ്ക് യു. നിങ്ങൾ 3 പേരെയും കാണാനും സുന്ദരി എന്ത് കളറാണ്? ഒരു പർപ്പിൾ, ഡീപ് പർപ്പിൾ ആണോ? അതൊരു വൈൻ റെഡ് ആണോ? എന്തോ ഒരു കളറാണ്, അങ്ങനെ എന്തോ പേര് എന്തെങ്കിലും ആവട്ടെ, പക്ഷെ കാണാൻ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല. MJ-കളെ, നമ്മളിനി അടുത്തത് ഗോവയിൽ ഒരാള് വരാൻ വേണ്ടി പോവാണ്. അയാളുടെ പേരാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി അത് വേറെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കണ്ട്. അത് വേറെ ആള്. മധുക്കളായിരുന്നു നാരായണൻകുട്ടി. കണ്ടായിരുന്നു. ഗോവയിൽ നമ്മുടെ ദക്ഷ് കുട്ടനാണ്. വിളിച്ചാലോ? ഓക്കെ, വെൽക്കം ദക്ഷ് കുട്ടൻ ഓൺ സ്റ്റേജ്. സുന്ദർ, അതൊരു കേരളത്തനിമ ഐശ്വര്യത്തിലാണ് വരുന്നത്. അതെ, ഇന്ദിരനോ നീയാണ് എല്ലാത്തിനും കാരണം കേട്ടോ ദക്ഷേ. കാല് പോയതാണോ സാർ? കാല് പോയതാണെന്ന് അവന് ഭയങ്കര സന്തോഷം. ആണോന്നോ? വീണോ നീ? ഞാനല്ല സാറ്, ഡാൻസ് കളിപ്പിച്ചിട്ട്. അവൻ ഡാൻസ് ചെയ്തപ്പോഴേ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാനവിടെ പോയി ഒരു ജോഗിങ് സോങ് പാടി. രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് അനങ്ങാനും വയ്യ, നിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒരു ഗതിയായി പോയി. ഇപ്പൊ 1 മാസമായി. എല്ലാത്തിനും ഇവനാണ് കാരണം. ഇവൻ എനർജി കാരണല്ലേ പോവാൻ തോന്നിയേ. എന്റെ എനർജി പോയി. അതാണ് എനർജി ഇസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ്. It's only transfer from one form to another. Sorry, നമ്മൾ ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ യെസ് സർ. എടാ, എന്തൊക്കെയാണ് പരിപാടികൾ? സർ, പിന്നെ ഞാൻ ലുലുവില് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് സംഭവം സർ? അതാണ് പറയാൻ പോണേ. അപ്പോ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് കുറച്ച് നേരത്തെ എത്തിപ്പോയപ്പോ ഒരു 8:30-8 മണിക്കൊക്കെ ട്രെയിൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ കുറെ സമയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലുലു മാളിൽ പോയിട്ട് അവിടെ കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് സ്പീഡിൽ നടന്നു പോകുമ്പോൾ പാസ് ചെയ്യണ നേരം കൊണ്ട് ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോനല്ലേ ടോപ്പ് സിംഗറിൽ പറഞ്ഞ മോൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ പാട്ടൊക്കെ നല്ല ഇഷ്ടമാണ്, ഇതുപോലെ തന്നെ നന്നായി പാടണം എന്നൊക്കെ പറഞ്ഞു. അതും ഞാൻ ആ സമയത്ത് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് അമ്മ അവിടെ തണുപ്പൊന്നും അടിക്കണ പറഞ്ഞിട്ട് ഹുഡുള്ള ഡ്രസ്സും മാസ്കും ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ അതും 3 പാട്ടേ ടെലികാസ്റ്റും ആയിട്ടുള്ളൂ. അതും പാസ് ചെയ്യുന്ന നേരം കൊണ്ടാണ് എൻ്റെ എന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഭയങ്കര സന്തോഷവും അത്ഭുതമൊക്കെയായി. ഇത്ര വേഷമൊക്കെ മാറി നടന്നിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലേ. പണ്ട് എന്റെ ഒരു അങ്കിള് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുട്ടാ നിനക്കിപ്പോ ഭയങ്കര പോപ്പുലേഷൻ ആണല്ലോ. അദ്ദേഹം പറഞ്ഞ മതി പോപ്പുലേഷൻ. അതുപോലെ ഇവന് ഭയങ്കര പോപ്പുലേഷൻ ആണല്ലോ. അങ്ങനെ പോപ്പുലേഷൻ കൂടി വരട്ടെ. അപ്പൊ സുന്ദരക്കുട്ടപ്പനായി വന്ന ദക്ഷ് കുട്ട എന്താണ് ഇന്ന് പാടാൻ പോകുന്നത്? ഇന്ന് ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരമിതറിയോളെ ആ സോങ്. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ, വർഷം 1993. അവൻ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ ബന്ധുക്കൾ ശത്രുക്കളാക്കിയാണ് ചിരി വന്നതാ. വർഷം 1993. മ്യൂസിക്കും ലിറിക്സും ശ്രീകുമാരൻ തമ്പി സാർ, പാടിയത് യേശുദാസ് സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തന്ന തന തന്ന നന്ന തന 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 നന്ന തന നന്ന തന 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 നന്ന തന നന്ന
വന്ന് ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി എന്നെ കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ ആലപ്പുഴ പട്ടണത്തിൽ ഒമ്പതാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു ഒമ്പതാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം ചന്തമേഴും മീനെ കണ്ടു കൊമ്പനന്നു മതമിളകി തീവെട്ടിയിൽ നിന്നൊരു തീത്തുള്ളി നിന്റെ മാറിൽ വീണു കള്ളമില്ല കളങ്കമില്ല പുള്ളി എന്റെ കൈയും നെഞ്ചും കള്ളമില്ല കളങ്കമില്ല പുള്ളി എന്റെ കൈയും നെഞ്ചും മുഴുവകു പറഞ്ഞതെന്തേ മൂളി അലങ്കാരി ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ ആലപ്പുഴ പട്ടണത്തിൽ ഹരിപ്പാട്ടാറാട്ടിന് ആനക്കൊട്ടിലിൽ നിന്നെ കണ്ടു ഹരിപ്പാട്ടാറാട്ടിന് ആനക്കൊട്ടിലിൽ നിന്നെ കണ്ടു തിരുവിഴ തന്മധുര നാഗസ്വരത്തേനൊഴുകി തിരുവിഴ തന്മധുര നാഗസ്വരത്തേനൊഴുകി കല്യാണി രാഗത്തിന്റെ കലോലമാലകളിൽ കല്യാണി രാഗത്തിന്റെ കലോലമാലകളിൽ മണ്ടൻ ഞാൻ നിന്റെ കണ്ണിൽ വിണ്ടലങ്ങൾ തേടി നിന്നു കൺമഷിയും വളയും ചാന്തും ചില്ലറകൾ തിന്നു തീർത്തു കൺമഷിയും വളയും ചാന്തും ചില്ലറകൾ തിന്നു തീർത്തു കഥ ചൊല്ലി പിരിഞ്ഞതെന്തേ കരകൗശലക്കാരി ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി എന്നെ കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ ആലപ്പുഴ പട്ടണത്തിൽ ദക്ഷകുട യെസ് സർ സൂപ്പർബായിട്ട് പാടി. താങ്ക് യു സർ നീ അതിമധുരമാണ് വിതറിയത്. താങ്ക് യു സർ ഞാൻ ആലപ്പുഴ എന്ന് പോണ്ട ഇവിടെ തന്നെ വിതറിയിട്ടുണ്ട് കേട്ടാ. താങ്ക് യു സർ ശ്രീമാരൻ തമ്പി സാറിന്റെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിസരങ്ങളൊക്കെ ഈ പാട്ടിലുണ്ട്. അതെ അതെ. ആലപ്പുഴ, ആ ചുറ്റുവട്ടം. അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്ട്, പിന്നെ തിരുവിഴ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അതെ. തിരുവിഴ ജയശങ്കർ സാറിനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പൊ പണ്ട് എന്റെ കച്ചേരി കേൾക്കാൻ വന്നിട്ടുണ്ട് തിരുവിഴ ജയശങ്കർ സാറ്. അദ്ദേഹത്തിന്റെ ഭജരേ രേ മാനസ എന്നുള്ളത് എപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അദ്ദേഹം ഈ കല്യാണി രാഗത്തിൽ തന്നെ ഏതാ ഉന്നറ എന്ന് അത് വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ജയശങ്കർ സാറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അതെ. പാട്ടാണ്. മോനെ, യെസ് സർ. ഇതിൽ നിന്റെ പേര് തന്നെ നീ വിളിച്ചു പറഞ്ഞല്ലോ. അതപ്പോ മണ്ടൻ ഞാൻ നിന്റെ കണ്ണിൽ. എന്റെ സർനോ, ഞാൻ വിചാരിക്കാം ഞാൻ കണ്ടില്ലല്ലോ ദക്ഷ ഇത് എവിടെ ദക്ഷ ഞാൻ നോക്ക. പാവല്ലേ അവൻ തന്നെ പറഞ്ഞു മണ്ടൻ ഞാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞതല്ല, നീ പറഞ്ഞാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പാട്ടിലെ ലിറിക്സ് അങ്ങനെയായിരുന്നു. ആ സംഗതിയൊക്കെ ഇടയ്ക്ക് ഗംഭീരായിരുന്നു കേട്ടോ. ആ തുടക്കത്തിലുള്ളത്, താങ്ക് യു സർ. തുടക്കത്തിലല്ലേ ആ അതില്ലേ, അത് ബിഗിനിങ് എങ്ങനെയാണ്? തന്നത്താന തന്നാനന തനനനന തനനനന. ആ അത് തന്നെ അത് റിതമിക് ആയിട്ട് തന്നെ. അവിടെ റിതം വരുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ തന്നെ അത് റിതമിക് ആക്കണം. തുടക്കത്തിൽ തന്നെ ആൾക്കാരെ ഈ പാട്ടിലോട്ട് പിടിച്ചിടണം. അപ്പൊ എന്ത് ചെയ്യും? 1 2 3 4. തന്നത്താന തന്നാനന തനനനന തനനനന തനനന തനനനന 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 ആ തനതന തനനനന തനനനന തന. അത് കൊള്ളാം. താങ്ക് യു സർ. ആ കുപ്പിവള ഇങ്ങനെ ഉടഞ്ഞു പോയതുപോലെ ചില സംഗതികൾ ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടേ. ആ അതെ. ആ ഒരു സംഗതി ഇടയ്ക്ക് പറയാ, കല്യാണി രാഗം അതെങ്ങനെയാ? കല്യാണി രാഗത്തിന്റെ കലോലമാലകളിൽ ആ എന്റെ ഒന്ന് സ്ലിപ്പ് ചെയ്യുന്നത്. അതെ. ഗമദ യെസ്. അത് തന്നെ, അത് സ്ലിപ്പ് ചെയ്യാതെ നോക്കണം. ഒന്നുകൂടെ കൃത്യമായിട്ട് പാടിയേ. കല്യാണി രാഗത്തിന്റെ കലോലമാലകളിൽ Almost there. Thank you, sir. നല്ല മിടുക്കനാണ് കേട്ടോ. താങ്ക് യു സർ. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ അവൻ? ഭയങ്കര തീർച്ചയായും. ഇമ്പ്രൂവ്മെന്റ്. അല്ലേ? ആദ്യം വന്ന ദക്ഷല്ല ഈ അതെ. ദക്ഷ്. ഈ ദക്ഷ് തന്നെയാണോ ആ ദക്ഷ്? ഓരോ ആ ദക്ഷ് തന്നെയാണോ ഈ ദക്ഷ്? യെസ് സർ. ഓരോ വരവിലും കൂടി കൂടി വരികയാണ് ഇമ്പ്രൂവ്മെന്റ്. നീ Thank you, sir. ഭയങ്കര സംഭവം കേട്ടോ. താങ്ക് യു സർ. ചില ഏരിയാസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ആലപ്പുഴ പട്ടണത്തിൽ എന്ന് പാടില്ലേ, പട്ടണത്തിൽ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ Thank you, sir. ഇട്ടായിക്ക് ഒരു വാല്യൂ കൊടുത്തു. അത് സൂപ്പറാണ്. അതുകൊണ്ടാണ് സാർ Thank you, അങ്ങനെ sir. എഴുതിയത്. ആ പട്ട വന്ന് ആ അതുപോലെ അത് കഴിഞ്ഞിട്ട് കണ്ണും കണ്ണും കടം, അതുപോലെ കടം കഥയിൽ ഈ ഡ ഒക്കെ ശരി ഉപയോഗിക്കണം. കമോൺ. കണ്ണും കണ്ണും കടം പറഞ്ഞു കടം കഥയിൽ മനം പുകഞ്ഞു. ആ കുട്ടനാട്ടുകാരി പെണ്ണെ. നീ അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പാടിയല്ലേ? പാട്ടിന്റെ ഫീൽ കേട്ട് കുട്ടനാട് കേട്ട്. പോയിട്ടുണ്ടോ? ഇല്ല സർ. പോയിട്ടില്ലേ? പോണം ഇല്ല, കേട്ടോ. sir. ഭയങ്കര Okay, ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ആണ്. അവിടെ പോയില്ലെങ്കിൽ എന്തോന്നടേ, അമ്മയടുത്ത് പറയാൻ കൊണ്ടുപോവാൻ കേട്ടാ. അപ്പൊ കുട്ടനാട് പോണം, ആലപ്പുഴ പോണം. ഈ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടോ? ഇല്ല സർ, പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മധുരാണ് അതിന്, പായസത്തിന്. എന്തൊരു സ്വാദാണ്. ഇവിടെ ടോപ്പ് സിംഗറിൽ എനിക്ക് തോന്നുന്നത് 3rd സീസണിൽ 2-3 പ്രാവശ്യം ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കൊണ്ടുവരാൻ പോവാണ്. നിനക്ക് വേണ്ടി അമ്പലപ്പുഴ പാൽപ്പായസം ഞാനിവിടെ കൊണ്ടുവരും. താങ്ക് യു സർ. ഓക്കെ ഓക്കെ സർ. അമ്മച്ചാ, ആ ഓക്കെ സർ. അത് ഇന്ന് പാടിയതിനുള്ള ഗിഫ്റ്റാണ്. താങ്ക് ഈ യു സർ. മിടുക്കനാണ്, മച്ച് ഇംപ്രൂവ്ഡ് ആണ്. താങ്ക് യു സർ. അതാണ് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത് കേട്ടോ. ഓക്കെ സർ. മിസ്റ്റർ ദക്ഷ് ധാർമിക് യെസ് സർ. ഒരു അപാര സംഭവമാണ്. താങ്ക് യു സർ. അല്ലാതെ ഈ പാട്ടൊന്നും ഇങ്ങനെ പാടാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവന്ന് പാടാനുള്ള ധൈര്യം കാണിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പാട്ട് എടുത്തതും ഇവിടെ വന്ന് പാടിയതും. കൊള്ളാം. ആ ധൈര്യത്തെ sir. ഞാൻ അഭിനന്ദിക്കുന്നു ആദ്യം തന്നെ. താങ്ക് യു സർ. പല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഹമ്മിങ് മാത്രം നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റൈലിൽ വേണം, ഒരു എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റൈലിൽ പാടണം. ഓക്കെ സർ. പിന്നെ എനിക്ക് അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന ആലപ്പുഴ പട്ടണത്തിൽ നിർത്തിയില്ലേ ആ സംഗതി, അതെങ്ങനെ? ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, ആലപ്പുഴ പട്ടണത്തിൽ യെസ്, അത് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഓക്കെ സർ. ആ പിന്നെ കരകൗശലക്കാരി, അങ്ങനെ കഥ ചൊല്ലി പിരിഞ്ഞതെന്തേ? കഥ ചൊല്ലി പിരിഞ്ഞതെന്തേ കരകൗശലക്കാരി. ആ ഇപ്പൊ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ആലപ്പുഴ പട്ടണത്തിൽ നിർത്തിയില്ലേ ഫിനിഷ് ചെയ്തത്, അത് കുറച്ചും കൂടി ഫിനിഷിങ് വേണം. ഒന്ന് പാടി. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, ആലപ്പുഴ പട്ടണത്തിൽ. ആ യെസ്, കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ 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 നല്ല ഫെയ്ഡ് ഔട്ട് ചെയ്ത് നിർത്തണം.
ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയൊളേ, ആലപ്പുഴ പട്ടണത്തിൽ. അങ്ങനെ കേട്ടോ, എന്നാലും Okay, ഫിനിഷിംഗ് sir. ഉണ്ടാവുള്ളൂ. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട്, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ഇതില് നല്ല നല്ല പാട്ടുകളുണ്ട് വേറെ. ഉം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം എന്നൊരു പാട്ടുണ്ട്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് ഒരു പാട്ടുണ്ട്. ബന്ധുവാര് ശത്രുവാര് അങ്ങനൊരു പാട്ടുണ്ട്. പൂനിറം കണ്ടോടി വന്ന് മാണിക്കത്തമ്പ്രാട്ടി, അങ്ങനല്ലേ? 10-11 നല്ല നല്ല സോങ്സ് പാട്ടുകൾ. ഉണ്ട്. മാത്രമല്ല ഏഴാണോ? എനിക്കൊന്ന് ആ സമയത്ത് മാഗ്ന സൗണ്ടോ മറ്റോ ആണ്. അതെ അതെ, മാഗ്ന സൗണ്ടാണ് ഇത് ഇറക്കിയത്. പാട്ടുകള്. അതിന് ഗോൾഡൻ ഡിസ്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ ഓ. അതെ. എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നേട്ടമാണ് ആ സമയത്ത്. ഈ ശരിക്കും, കാസറ്റുകൾ അതെ. ഇങ്ങനെ വിറ്റ് പോകുന്നു. വിറ്റ് സി ഡി പോകുന്നത്. ഇല്ല, ഒന്നുമില്ല, ആഹാ. USB ഇല്ല, അല്ലേ? എല്ലാം കാലം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ Yes, sir. കാസറ്റിന്റെ കാലത്തിലെ ഒരു ഗോൾഡൻ എഡിഷൻ ആണ് ശരിയായിരുന്നു. ഇതിന്റെ അതെ, എല്ലാ അതെ, പാട്ടും. ശരിക്കും ഇത് രചനയും സംഗീതവും ശ്രീകുമാരൻ നബി സാറാണ്. അതാണ് എന്റെ ഒരു പ്രത്യേകത. 21 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തമ്പി സാറ് മ്യൂസിക്കുമായിട്ട് വന്നത്. അതെ, അദ്ദേഹം അതെ. സംഗീത സംവിധാനം ചെയ്തു. അപ്പൊ തമ്പി സാർ എന്തൊക്കെയാണ്? ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, പാട്ടെഴുത്തുകാരനാണ്, പിന്നെ സംഗീത സംവിധായകനാണ്. അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം, അതെ. അല്ലേ? Yes, sir. അതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടൊക്കെ പാടാൻ കിട്ടുന്നെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഇതൊക്കെ. ഓക്കെ സർ. താങ്ക് യു സർ. ഇത് ഇപ്പോഴത്തെ യൂട്യൂബിലത്തെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഒക്കെ പോലത്തെ അങ്ങനത്തെ നമ്പർ ഓഫ് ഗോൾഡൻ ഡിസ്ക് എന്ന് ആ, പറഞ്ഞാൽ അതെ. അത്രയധികം കാസറ്റുകൾ വിറ്റുപോയി കഴിഞ്ഞാൽ. അതെ, അതെ, മനസ്സിലായി. അതെ. നമ്മുടെ അത് ലക്ഷങ്ങളാണ്. പ്ലാറ്റിനം ഇതൊക്കെ പറയണ എന്നൊക്കെ പോലെ, പറഞ്ഞ സ്പോട്ടിഫൈ പോലെ. എന്നൊക്കെ ആ, പറയണ ആ. പോലത്തെ സാധനം. അതെ. യെസ്, അത് ഗോൾഡ് ആണോ പ്ലാറ്റിനം ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ആ. ദക്ഷകുട്ടാ, Yes, ma'am. ഞാൻ അധികം കുട്ടികളാരും പാട്ടിന്റെ വരികളുടെ അർത്ഥം ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ദക്ഷകുട്ടൻ നമ്മുടെ പാട്ട് എന്താണോ പാടുന്നത് അത് അറിഞ്ഞുകൊണ്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും, വിച്ച് ഇസ് റിയലി 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 ഗ്രേറ്റ്. താങ്ക് യു മാം. അത് പാടുമ്പോൾ അറിഞ്ഞുകൊണ്ട് അവൻ പാടുന്നത്, അത് അവന്റെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, ആംഗ്യങ്ങൾ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. വരിയൊക്കെ ഇൻസ്ട്രുമെന്റ്സും ഇടുന്നില്ല. ഒറ്റ എല്ലാം നാദസ്വരം, വായിക്കുക. കീബോർഡ്, ഗിറ്റാറ്, റിതം ഋതം, ഇല്ലേ? നല്ല നല്ല ടാക്ട്ഫുൾ മൂവ്മെന്റ് ആട്ടോ. അതെ, അതെ, ഭയങ്കര രസമുണ്ട് കാണാൻ Thank you, വേണ്ടിയിട്ട്. ദക്ഷകുട്ടന്റെ കോൺഫിഡൻസ് അതിങ്ങനെ കൂടി കൂടി വരികയാണ് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും. ഉം. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് നല്ല പ്രോഗ്രസ് തോന്നുകയാണ് കേട്ടോ, താങ്ക് യു മാം. വിച്ച് ഇസ് ഓൾസോ റിയലി ഗ്രേറ്റ്. അപ്പം അടിപൊളിയായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു മാം. അച്ചു, ആ. മാർക്കിലേക്ക് പോണ്ടേ? പിന്നെ പോണ്ടേ? മാർക്ക് വേണ്ടോ നിനക്ക്? വേണം. അതെ. 100 minus 30 70. 70 ആ. plus 25 നിങ്ങളെങ്ങനെ പ്ലസ് 25. പ്ലസ് 25 70 പ്ലസ് 25 അല്ലേ? ആ. 85. അല്ല, 95. 95. 95. ഈ മീൻകുട്ടി അച്ചുകുട്ടിയൊക്കെ കണക്കാണ്. അയ്യോ, ഞാൻ അത് കണക്കല്ല, ഞാൻ കണക്കല്ല. ഞാൻ പ്ലസ് 1 പ്ലസ് 2 മാത്സ് തന്നെ അല്ല, അവിടെ അല്ല. മലയാളം എടുത്തു ഞാന്. അയ്യോ, എന്താ പഠിച്ചപ്പം? ഞാൻ സയൻസാ, ബയോ മലയാള. അപ്പൊ എണ്ണം പഠിച്ചിട്ടില്ലേ? എണ്ണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഏതുവരെത്തി? എന്ന് ഇപ്പൊ ഏതുവരെത്തി? 95. 95 ആ. plus 2. 97. Yeah, it is going to be 97 on 100 for Daksh today. താങ്ക് യു സർ. ഹാപ്പി ആയില്ലടാ? ആ ഓക്കെ, അപ്പൊ അടുത്ത വട്ടം ഇനിയും അടിപൊളി പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് ദക്ഷകുട്ട. താങ്ക് യു മാം. ബൈ. കോഴിക്കോടിന്റെ സ്വന്തം മിടുക്കി പാട്ടുകാരി നമ്മുടെ സ്വന്തം അഖേത്തി കുട്ടി എത്തുകയാണ്. വെൽക്കം അഖേത്തി ഓൺ സ്റ്റേജ്. പൂതേരിയിലത്തെ തമ്പുരാട്ടിയാ. ആണോ? ആണോ? വരൂ. ഏത് ഇവിടുത്തെയാണ്? പൂതേരി. പൂതേരിയാ? ഈ ഇല്ലം എവിടെയാണാവോ? ഫറോക്ക്. അപ്പോ പൂതേരി രഘുചേട്ടൻ ആരായിട്ട് വരും? ആ, അതിനൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ആരുമായിട്ട് വരൂല. ആരുമല്ല. ആരുമായിട്ട് വരൂലേ? വകയിലൊരു കൊച്ചുമുളക് കൊച്ചുമുളക, വകയിലൊരു കൊച്ചുമുളക. വകയിലൊരു കൊച്ചുമുകൾ. കൊച്ചുമുകളാ? കൊച്ചുമകൾ. ആ. കൊച്ചുമകളായിട്ട് വരും. ഞാൻ വിചാരിച്ചത് മീനുകുട്ടിയാണ് ഈ ലോകത്തെ എന്ന്. ഇപ്പൊ അത് ചോദിക്കേണ്ടി വരും. അബദ്ധങ്ങളുടെ രാജ്ഞി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞിന്റെ വേഷം? അയ്യോ, അടിപൊളി. തമ്പുരാട്ടിയല്ലേ? ആ, തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടിയുടെ പേരെന്താ? അയ്യോ,
അഖൈതി. അഗൈതി തമ്പുരാട്ടി. ആദ്യമായിട്ട് ഒരു തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു പേര്. അങ്ങനെയൊക്കെ ഇപ്പത്തെ തമ്പുരാട്ടി ഫാഷൻ പുതിയ സ്റ്റൈലാ. തമ്പുരാട്ടിയാ? ഫാഷൻ തമ്പുരാട്ടി. ന്യൂജൻ. അതെ. ഓക്കെ. തമ്പുരാട്ടി പാടുന്ന പാട്ട് ഏതാണാവോ? നളചരിതത്തിലെ നായകനോ. നളചരിതത്തിലെ നായകനോ അതാണോ? നളചരിതത്തിലെ നായകനോ നന്ദനവനത്തിലെ ഗായകനോ അങ്ങനെയാണോ പാട്ട്? നല്ല ട്യൂണാട്ടോ. പക്ഷെ എന്റെ പാട്ട് ഇതല്ല. പിന്നെ ഏതാ? നളചരിതത്തിലെ നായകനോ. ആ പാട്ട്. അതാണല്ലേ? ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ പറയാൻ പറ്റുമോ? എന്താ? ഇതൊരു നോ പാട്ടാ. കറക്റ്റ്. എല്ലാം നോ 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 നോ. എല്ലാം നോ നോ. എന്നോടാണോടാണോടാ കളി. ഡീറ്റെയിൽസ് വർഷം 1973. പാടിയത് പി സുശീലാമ്മ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. പിന്നെ മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടണ അഖിലി കുട്ടി. താങ്ക് യു. നളചരിതത്തിലെ നായകനോ നന്ദനവനത്തിലെ ഗായകനോ അഞ്ചിതൾ പൂക്കൾ കൊണ്ടം
Nice, മോളെ. Nice. തമ്പുരാട്ടി എന്തോ അസലായി. താങ്ക് യു. വെറുതെ അല്ല പൂതേരിന്ന് ഇങ്ങോട്ട് വന്നത്. അതന്നെ, ഒരു നമസ്കാരം. ഒരു നമസ്കാരം അങ്ങോട്ടേക്കും ഉണ്ട്. ആ മുല്ലപ്പൂവിന്റെ സുഗന്ധം ഇങ്ങോട്ട് വരണ്ട്. ആണോ? ആ ഉം. എവിടുന്നാ പറിച്ചാ മുല്ലപ്പൂ? ഇല്ലത്തുനിന്ന് പറിച്ചു. ഇല്ലത്തിന്റെ മുറ്റത്തുനിന്നുള്ള കടയിൽ നിന്നാണ്. അയ്യോ, കടേന്ന് പറിച്ചു. കടയിന്ന് പറിച്ചു. കടയിൽ നിന്ന് പറിച്ചു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഇത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇതൊരു നോ പാട്ടാണ്. അതെ, അത് എന്തുകൊണ്ടാ നോ പാട്ടെന്ന് പറഞ്ഞത്? എല്ലാ അവസാനം വെച്ചൊരു നോ ആണ്. നോ അത് ഇതാണോ? No, 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 no. ആ നോ ആണോ? അല്ല, അല്ല, മെലഡിയിലായിട്ടൊരു. ആ മെലഡി ആയിട്ടുള്ള നോ ആണ്. അതെ. അതെ. ഇതെന്താ വെച്ചാ എല്ലാം ചോദ്യമാണ്. ഉം. നളചരിതത്തിലെ നായകനോ ആ. ചോദ്യമാണ്. ആ. അതിനപ്പുറത്തൊരു ചോദ്യം ചിഹ്നം വരും. ഉം. നന്ദനവനത്തിലെ ഗായകനോ, ഗായകനോ. ആവനാഴി നിറയ്ക്കുന്ന കാമദേവനോ, ശ്രീരാമനോ, ഗന്ധർവനോ, ധനഞ്ജയനോ, അഭിമന്യുവോ, കാമുകനോ, ചേകവനോ, കോമപ്പനോ, ഉദയനനോ, രണധീരനോ, യുവധീരനോ, കാമുകനോ. ഇങ്ങനെ മൊത്തം ചോദ്യങ്ങളാണ്, അവസാനം ഉത്തരമില്ല. അതന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചോദ്യം പോലെയാണ്. ആ. അപ്പോ നളചരിതത്തിലെ നായകനോ നോ എന്ന് പറഞ്ഞാലേ ചോദ്യമുള്ളൂ. നായകനോ അത് ചോദ്യാവോ? ആ അപ്പൊ എങ്ങനെ പാടും? നളചരിതത്തിലെ നായകനോ. ആ ഉം. അത് ഒരുപാട് നീട്ടരുത്. ആ. നായകനോ. നായകനോ. ആ നെക്സ്റ്റ്. നന്ദനവനത്തിലെ ഗായകനോ. 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 ആ അങ്ങനെ ലയിക്കണം. ആ. അപ്പോഴാണ് ചോദ്യമാവണേ. ആ. ആ ഇനി ഇതല്ല, ഈ ആ നോയ്ക്ക് ഇങ്ങനെ മ്യൂസിക് ഇല്ലാന്ന് വെച്ചോ. ആ. അതായത് നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിലെ ഗായകനോ എന്നായ ചോദ്യം വരുമോ? അപ്പൊ ആ നോയിലുള്ള ആ മ്യൂസിക് ആണ്, ആ നോട്ട്സ് ആണ് ആ ചോദ്യം കൊടുക്കണേ. ആ. നായകനോ ഗായകനോ, അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കേ. കേട്ടോ? ആ. അനുപല്ലയിൽ വരുമ്പോഴേക്ക് ആ ചോദ്യം നല്ല കുറച്ചും കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. ഉം. ശ്രീരാമനോ പഠിക്കേ. സ്വർണ്ണചാപം മുറിച്ചൊരു ശ്രീരാമനോ. ആ നോ സ്ട്രെസ് ചെയ്ത് പറയണം. രാമനോ. ആ അതാണ് ചോദിക്കുന്നത്. ചോദ്യമാണ് അത് ശ്രീരാമനാണോ എന്ന് ചോദിക്കാണ്. ആ അതുപോലെ അനിരുദ്ധനോ, അതെങ്ങനെ? അനിരുദ്ധനോ. നോ സ്ട്രെസ് ചെയ്യണം. അനിരുദ്ധനോ. ആ. അവൻ അഭിമന്യുവോ. ആ എന്റെ. അതാണ് അങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ എക്സാജറേറ്റ് ചെയ്യരുത്. അതും വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദേവരാം മാസ്റ്ററുടെ തന്നെ വേറൊരു പാട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അത് ഏത് സോങ് ഫയലിൽ കിട്ടി. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേൻമലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി, നളചരിതത്തിലെ നായകനോ. ഇതെല്ലാം ഒരു രാഗത്തിന്റെ പല ഭാവങ്ങളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, അല്ലേ മധു? അതെ അതെ. അപ്പൊ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇപ്പൊ എം ജി ഞങ്ങൾ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നിയത് പല്ലവിയിൽ ഇപ്പൊ പറഞ്ഞ ആ ഒരു പ്രശ്നം മാത്രമാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധപർവത്തിലെ ടേക്കിന്റെ സമയത്ത് ആ യുദ്ധയ്ക്ക് അത്ര സ്ട്രെസ്, അത് പ്രൊണൗൺസിയേഷൻ യുദ്ധ, അതുപോലെ തന്നെ അനിരുദ്ധനോ ഇപ്പൊ നേരത്തെ പാടിപ്പിച്ചപ്പോ അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ തൊട്ടുണർത്തിയ അതെങ്ങനെയാ? അനിരുദ്ധനോ അവൻ അഭിമന്യുവോ എന്റെ അഭിനിവേശങ്ങളെ വിരൽ തൊട്ടുണർത്തിയ കാമുകനോ. ഉണർത്തിയ എന്നുള്ള തന്നെ നോട്ടാണ് എനിക്ക് കുറച്ചും കൂടി ചേരണം തോന്നി. കാമുകനോ എന്ന് പാടുമ്പോഴും അതിന് കുറച്ച് ക്ലാരിറ്റി. കാമുകനോ. കാമുകനോ അല്ലേ?
പിന്നെ അതുപോലെ തന്നെ ചലനത്തിൽ രഹസ്യമോഹങ്ങളെ, അഭിനിവേശങ്ങളെ, ആ പാടിയ സ്റ്റൈൽ രഹസ്യം ഭയങ്കര രഹസ്യം. ഭയങ്കര രഹസ്യമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര ഫീൽ കേൾക്കാൻ. ഉണ്ടായിരുന്നു. അതെ. വീരനോ അവൻ യുവധീരനോ എന്റെ രഹസ്യമോഹങ്ങളെ കുളിർകൊണ്ട് മൂടിയ കാമുകനോ. അത് കൊള്ളാം. താങ്ക് യു. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് പാടി. ഓക്കെ. അഖേതി കുട്ടി, എന്തോ നല്ല കിഡിലൻ കോസ്റ്റ്യൂം, നല്ല സോങ് സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Thank you, ചേച്ചി. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷന്റെ കുറച്ച് ഗായകനോ എന്നാ പറയാ, ഗായകനോ എന്നുള്ളത് പറയണം. ഒക്കെ എം ജെ സാറും മധുചേട്ടനും പിന്നെ പാടിപ്പിച്ചപ്പോ കറക്റ്റായിട്ട് വരും ചെയ്തു. ഓക്കെ, നമ്മളപ്പോ ആദ്യം പാടിയപ്പോ എനിക്കൊന്ന് ചെറുങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പാടിയപ്പോ എല്ലാം കറക്റ്റായി, Thank എല്ലാം you. ശരിയായി. ഫസ്റ്റ് പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 6th പെർഫോമൻസ് അല്ലേ, 6ാമത്തെ, വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂതേരി ഇല്ലത്തെ നമ്മുടെ അഖൈതി തമ്പുരാട്ടി എന്തോ 11 വയസ്സല്ലേ ആയുള്ളൂ അല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ പാടിയില്ലേ? അതൊരു അത്ഭുതമല്ലേ? അപ്പൊ അത്ഭുതത്തിന് എത്രയാ മാർക്ക്? കുറച്ച് കൂട്ടി തരുമോ? തമ്പുരാട്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റൂല കേട്ടാ. ഇല്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണേ, അല്ലെങ്കിൽ ഇടിയുള്ളൂ. So Agaidi Tamburati going to be awarded 97 on 100 today. താങ്ക് യു. ചരിതത്തിലെ നായകനോ ത്തിലെ ഗായകനോ അഞ്ചിതൾ പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ അവനാഴി നിറയ്ക്കുന്ന കാമദേവനോ. മധുങ്കളെ, ഓ, ചെന്നൈ എന്ന് കേൾക്കുമ്പോ എന്ത് തോന്നണേ? ചെന്നൈ എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു സ്റ്റേഷൻ, സ്റ്റേഷൻ, അമ്പലങ്ങളുടെ ഒരു സ്ഥലം, ഫുഡ്. അതാണ് ആദ്യം വന്നത്. അമ്പലങ്ങളുടെ അങ്ങനെയാ പറഞ്ഞേ അല്ലേ? ഫുഡാണ് ഓർമ്മയിൽ വന്നത്. എത്ര വട്ടം പോയിട്ടുണ്ട്? ഞാൻ അവിടെ ആയിരുന്നല്ലോ, അവിടെയാണ് പഠിച്ചത് കുറെ നാള്. അതെയോ? ഞാൻ 95 ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യാനായിട്ട് ചെന്നൈ പോകുമ്പോഴേ റെക്കോർഡിങ്ങിനിടയിൽ വയലിൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ റെക്സ് മാസ്റ്ററും അങ്ങനെ വലിയ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊരാൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഒരു പയ്യൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അസല് പാട്ടാ, അവൻ ഒരു പാട്ട് അങ്ങോട്ട് പാടി, പിന്നെ അവനെ ഇവിടെ കാണാനില്ല, പോയി പാട്ട് പാടി പോയി. പിന്നെയാണ് ഇത് മധു ബാലകൃഷ്ണനാണെന്ന് പിന്നെ മനസ്സിലായത്. ചെന്നൈ എനിക്കും എന്റെ വളർത്തമ്മയാണ് കേട്ടോ. അതെ, എനിക്കും. ഞാൻ തുടങ്ങിയത് തമിഴ് ഫിലിമിലാണ് 95-ല്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡബിങ് മൂവി, തെലുങ്ക്, കന്നഡ അങ്ങനെയൊക്കെ പാടി നടന്നു. അതിനുശേഷമാണ് ഇവിടെ മലയാളത്തിലേക്ക് വന്ന് പാടിയത്. അല്ല, ഞാനതൊക്കെ പറയാൻ കാരണം ഇപ്പൊ നമ്മൾ വരുന്നത്, അല്ല ഇപ്പൊ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ചെന്നൈക്കാരിനെയാണ്. അതെ, ചെന്നൈ അമ്പത്തൂര്. So let's welcome Raika on stage. ഹലോ. മലയാളി മങ്കമാരി വരെ കേരള പൊണ്ണ് എനിക്ക് കേരള പൊണ്ണ്. இன்னைக்கு என்ன விசேஷம்? இந்த புடவையெல்லாம் கட்டி வந்திருக்கீங்களே. இன்னைக்கு என்னோட பாட்டு அப்படித்த ஒரு பாட்டாக்கும். அப்படியா? அது என்ன பாட்டு? என்னோட എന്തിനീ പിണക്കം. ஓ, அதனாலதான் இந்த வேஷம் போட்டு வந்திருக்கீங்க. പിണക്കം ഇല്ല, அந்த சினிமால அப்படிதானே, அதனால அந்த பிணக்கம் ஒன்றும் கிடையாது. பிணக்கம் ஒன்றும் இல்லை. அப்ப வந்து நாங்க வந்து கொஞ்சம் பிணக்கம் தான். അതെന്താ? ഗിഫ്റ്റ് ഒന്നും കിടക്കില്ല. ഞാൻ വന്ന് പാലക്കാട്ടേക്ക് ചോദിച്ചു പോയി അങ്ങേ ഇന്ന് ഗിഫ്റ്റ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വന്നതല്ലേ. എന്നിട്ട് എനക്ക് എന്നാ ഗിഫ്റ്റ് കടച്ചത്? நெக்ஸ்ட் டைம் வரத வேற என்ன கொண்டு வரீங்க? இன்னியும் ஸ்வீட்ஸ் கொண்டு வரேன். நிறைய ஸ்வீட்ஸ். ஓகே. எனக்கு மட்டும் அது எப்படி? அது அப்படிதானே, நான் மட்டும் தானே பாலக்காட்டு போகுது. நம்ம മൂന്ന് പേര് സെയിം താനേ. ആമാ. ആരും വിളിക്കണ പോലെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ശബ്ദം. അതാരാ? ഇതൊക്കെ ആരാ? ഇവരെല്ലാരും എന്നോട് കസിൻസ് ആക്കും. ഒരു വர விஷயம் தெரியாதா? சர்ப்ரைஸ் அது சரி. அப்பா சொல்லிட்டே இருந்தா ஏதோ சர்ப்ரைஸ் இருக்குன்னு. அப்படியா? நான் வந்து பாட்டு பிராக்டிஸ் பண்ணிட்டு இருக்கறப்போ நான் ஒரு ஃபோன் பேசிட்டு வரேன்னு சொல்லிட்டு வெளியில போயிட்டே இருப்பான். சரி, பேர் என்ன இவரோட? இவனோட பேரு சமர்த். சமர்த். சம்ருதி. കുട്ടപ്പാ.
ഇത് இந்த மைக்கு வேணும் மாமாவன். അബ്ബിയാ ഹലോ ചൊല്ലടാ. ഹലോ 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 ചൊല്ല്. രണ്ടും വേണം. ഗോൾഡ് നോട്ടുണ്ട്. ஹலோ சொல். ஹலோ. ഗോൾഡ് ആണ് താല്പര്യം. ഹലോ. ഹായ്. ഹായ് ചൊല്ല്. ഹായ് ചൊല്ല്. ഹായ് ഹലോ. ഹായ്. കുട്ടപ്പ എന്താ സൈലന്റ് ആണല്ലോ? അവൻ വന്ന് ரொம்ப കുറുമ്പനാക്കും. കുറുമ്പനാ? കുറുമ്പനാണോ? റെക്കാക്കുട്ടി, ഇത് തന്നെയാണ് പിണക്കം മാറ്റാന്ന് പറഞ്ഞ ഞാൻ. ഇപ്പൊ മനസ്സിലായാ? കുറുമ്പനാ. ഇവங்க പാലക്കാടിൽ இருக்காங்களா? പാലക്കാട് இருக்காங்களா? ഓ ശരി ശരി. அங்க 2 பேரும் சமத்தா இருந்து பாட்டெல்லாம் கேட்டுட்டு வாங்க. அந்த மைக் வாங்கி കൊണ്ടുപോട്ടോ ഞാൻ. അക്കാക്ക് இந்த மைக் വേണം. അക്ക പാവമല്ലവാ. അതെ. അയ്യോ ഇത് തരും. നീ അത് കിട്ടിയത് തന്നെ. ബ്ലാക്ക് തരും. ഓക്കെ, നല്ല കുട്ടിയല്ലേ? റെഗ, ആ സർപ്രൈസ് ഇഷ്ടായ? ആ ரொம்ப പിടിച്ചത് എനിക്ക്. സർപ്രൈസ് പാട്ട് ഏതാണ്? എന്നോട് എന്തിനീ പിണക്കം. പിണക്കം. അതിന്റെ ഡീറ്റെയിൽസ്? മൂവി കളിയാട്ടം, ഇയർ 1997, മ്യൂസിക് കൈതപ്പുറം സർ, ലിറിക്സ് കൈതപ്പുറം സർ, പാടിയത് ഭാവന രാധാകൃഷ്ണൻ മാം. വർഷം 1997. സൂപ്പർ ആകണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നല്ല പാടുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു. റൈക്ക, ഓ ഒരു സ്ഥലത്ത് 6 അടിച്ചേട്ടോ. താങ്ക് യു. ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട്. താങ്ക് യു. അതേതാണ്? നൊമ്പരമാണോ? മനസ്സിലായി. വെരി ഇന്റലിജന്റ് ഗേൾ. താങ്ക് യു. ഭയങ്കര ചുന്ദരിയായിട്ടുണ്ട് കേട്ടാ താങ്ക് ഈ യു. കോസ്റ്റ്യൂമില്. ആ എന്ന് തിരിഞ്ഞാ നോക്കട്ടെ, തുളസിക്കതിരൊക്കെ ചൂടിയിട്ടുണ്ടെന്ന് കേട്ടു. കൊള്ളാല തുളസിക്കതിർ. மது எப்படி இருந்தது அந்த சங்கதி எல்லாம்? இந்த சங்கதி அந்த நம்பர் எனக்கும் ரொம்ப பிடிச்சு போச்சு. താങ്ക് യു. அந்த நம்பர் பாடினது எப்படி? എന്റെ കരളിന്റെ നൊമ്പരം ചാലിയില്ലേ. சும்மால அப்படி வராது. இந்த ராகத்தை பத்தி தெரிஞ்சிருந்தா மட்டும்தான் அப்படி வரும். இந்த ராகம் கத்துட்டு இருக்கா? இல்லை, ஆனா நான் எனக்கு ரொம்ப பிடிச்ச செந்தார்மொழி பாட்டு இந்த ராகத்துல எனக்கு தெரியும். செந்தார்மொழி அவர்தான் மியூசிக் பண்ண. எனக்கு ஆக்சுவலி இங்க வர வரைக்கும் எனக்கு தெரியல அப்படியா? ஜெயச்சந்திரன் சாரோடாக்கும் அந்த பாட்டு. ஆமா, ஆனா நீங்கள் பாடியிருக்கான்னு எனக்கு தெரியும். அப்ப அப்பா சொன்னா, நானும் சித்ராமாவும். ஆமா, அப்ப அப்பா சொன்னா ஜெயச்சந்திரன் சாராக்கும் கம்போஸ் பண்ணிருக்காங்க. பாட்டு பால்காட்டு தான் ஷூட் பண்ணிருக்காங்க. ஆமா, அந்த அக்ரஹாரத்துல. ஆமா, കൽപ്പാത്തിയില ഞങ്ങളുടെ അഗ്രഹാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പെരുമഴക്കാലം. சோ எனக்கு நீங்க கொஞ்சம் அது பாடி தரலாம். கண்டிப்பா கண்டிப்பா பாடுறேன். சொல்லி முடிச்சிட்டு நான் பாடுறேன். ஓகே ஓகே, அழகா பாடுங்க. தேங்க் யூ. கொஞ்சம் பயம் இருக்குன்னு நினைக்கிறேன் பாடும்போது. பயம் இல்ல, அது என்னது தெரியல. அந்த பயத்தினாலதான் அந்த ஹம்மிங் எல்லாம் வைப்ரேஷன் வரும். பல்லவி நல்லா போச்சு, கொஞ்சம் ஸ்ருதி அந்த லேண்டிங் நோட்ஸ் எல்லாம் கொஞ்சம் கரெக்டா சஸ்டெயின் பண்ணி கொஞ்சம் பிரெத் எடுத்து கரெக்டா அந்த ஸ்டெடியா வச்சுக்கணும். ஓகே, இனிமே அது கொஞ்சம் கவனிச்சிடுங்க. ஓகே. அப்புறம் அந்த அனுபல்லவி மைக்கண் எழுதி மைக்கண்ணெழுதி தரரர அந்த கமகம் வரணும், அந்த நோட்டு கரெக்டா வரணும். எழுதி மைக்கண் எழுதி எழுதி தரர அந்த கமகம் கொடுங்க கொஞ்சம். ஓகே, எழுதிയൊരുങ്ങി ഇന്നും വാൽക്കണ്ണ തരര വാൽക്കണ്ണ அது நான் கொஞ்சம் ஃபிளாட் ஆகுது பாருங்க. ஸ்ருதி அதான் கொஞ்சம் பார்க்கணும். ஓகே, கண்ணில் கார்த்திகை தீபம் அது மாதிரி. இந்த கால் பெருமாற்றம் அதெல்லாம் கொஞ்சம் மாற்றம். எஸ், அப்ப இந்த சின்ன சின்ன ப்ராப்ளம்ஸ் எல்லாம் நீங்க கவனிச்சு அது கரெக்ட் பண்ணி நெக்ஸ்ட் டைம் நல்ல நல்ல பாட்டுகள் எடுத்துட்டு வந்துருங்க. ஓகே, ஆல் தி பெஸ்ட். தேங்க் யூ. மது, அந்த செந்தார்மொழி போறட்டும். ஊஞ்சல் ஆடினாள் கண்ணூஞ்சல் ஆடினாள் பொன்னூஞ்சல் ஆடினாள் காஞ்சன மாலை மணமகிழ்ந்தாள். செந்தாமிழி பூந்தே மொழி கண்ணினு கண்ணா என் கண்மணி. செந்தாமிழி பூந்தே மொழி கண்ணினு கண்ணா என் கண்மணி. கண்ணூஞ்சலாடும் மங்கை மணி நீ மார்கழி திங்களின் மடுமலர் மடித்தட்டிலே பொன்மானோ பால் கனவோ നെഞ്ചീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. இது அந்த பிகினிங் இல்லையா, ஊஞ்சல் ஆடினாள், அது ஆறு பாடியன்னு தெரியுமா? தெரியாது. உங்களுக்கு தெரியுமா அவரை?
ரொம்ப நல்லா தெரியும். தெரியலையே. உங்க பின்னி இல்லையா? குருஜி இல்ல? பின்னியோட ஹஸ்பண்ட் ஆரு? கிருஷ்ணகுமார் சார். கிருஷ்ணகுமாரோட அம்மா ஆரு? பேரு தெரியாது. அதுதானே அம்மாவோட பேரு சாரதா கல்யாண சுந்தரம். ஓகே. அந்த அவர்தான் அம்மா பாடியிருக்காரு. ஓ. இப்ப அந்த கனெக்ஷன் கூட இருக்கு இதுல. ஆ. இது ரெண்டு காம்பினேஷன் இல்ல. மைக் கண்ணுன்னு சொல்லும் போது 2 கண்ணு இருக்குல்ல, அது ஒரு கண்ணு வந்து ஷஹனா, ஒரு கண்ணு வந்து துஜாவந்தி. அப்ப இது ரெண்டும் சேரும் போது தான் இந்த சாங் வரும். ஆ. அந்த மாதிரி ഷഹന എന്തിനാണ് എന്നോട് പരിഭവം ഇല്ലേ എന്തിനാ എന്തിനാ നിന്നോട് പരിഭവം அங்கே வரும்போது துஜாவந்தி மாதிரி வேணும். இந்த துஜாவந்தி சொல்றது ராகம் வந்து அது நார்த் இந்தியால ஒரு ஜே ஜே வந்தின்னு ஒரு ராகம் இருக்கு. ஜே ஜே வந்தி. அப்ப நம்மளோட கம்போசர் முத்துசுவாமி தீக்ஷிதர் வந்து அங்க நார்த் இந்தியால எல்லாம் ரொம்ப ரோந்து சுத்தி சுத்தி நடந்தவங்க. இது கேட்டு ஜெய் ஜெய் வந்து என்ன நல்ல ராகம் എന്ന് കേട്ടിട്ട് അത് வந்து കർണാടിക് ക്ലാസിക്കലിൽ എടുത്തുവെച്ചു. ഒരു ഫേമസ് കൃതി ഇருக்கு அதுல. അഖിലാണ്ടേശ്വരി രക്ഷമാ அகிலாண்டேஸ்வரி அந்த மாதிரி எல்லாம் வரும். அதெல்லாம் தான் ஜெய் ஜெயவந்தி. இந்த துஜாவந்தி கனெக்ஷன் வித் ஷஹனா அந்த மாதிரி ஸ்டோரி எல்லாம் வந்தது இல்ல. எப்படி இருக்கு ஸ்டோரி? சூப்பர். இந்த ஸ்டோரி எல்லாம் கொஞ்சம் கேட்டு பினிக்கிட்ட போய் அது கத்துக்கிட்டு இந்த பாட்டு பாடினால் இன்னும் கூட கொஞ்சம் கூட என்ன அடிக்கலாம்? 6 இல்ல டென்சர் அடிக்கலாம் நமக்கு. டென்சர் அது அந்த மாதிரி கிரிக்கெட்ல இல்ல இருக்கு. பழைய உங்களுக்கு கூட தெரியாது. என்னோட கிராண்ட்பாவோட கிட்ட சொல்லலாம் அந்த மாதிரி டென்சர்ல வேணும் அவர்கிட்ட சொல்லலாம். அப்ப கோச் வந்து திரும்பி ஆரிய டென்சர் இல்ல சார், அப்படிதான் இருந்தது. டென்சர் எல்லாம் இருந்தது ஹிஸ்டரியில. ஹிஸ்டரி അവിടെ நிக்கட்டும். ரைக்கா பேபியோட பாட்டு எப்படி இருந்தாங்க சொல்லட்டுமா? பாட்டு நல்லா இருந்தது ரைக்கா பேபி. உங்களை பாக்குறதுக்கே அழகா இருக்கு. அப்புறம் சிங்கிங் அதுக்கப்புறம் அழகா இருக்கு. ബാക്കി മലയാളത്തിൽ പറയാം. ആ പേടി വേണ്ട ഇനി നമുക്ക്. ഇതിപ്പോ 6th സോങ് അല്ലേ? അപ്പൊ ധൈര്യമായിട്ട് വേണം നമ്മൾ ഇനി മുതൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. நல்லா பாடுங்க. அப்புறம் இது என்ன மூவி தெரியும்ல? என்ன மூவி? களியாட்டம் வந்து ஷேக்ஸ்பியரோட ஒத்தெல்லோ பேஸ் பண்ணி எழுதியது. ஆமா, ஜெயராஜ் சாரோட സംവിധാനത്തില് ചെയ്തതാണ്. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും கிடைச்சிருக்குல்ல சுரேஷ் கோபி சாருக்கு. ஆமா ஆமா. அப்போ ரைக்கா அவ்வளவுதான். ஓகே, நெக்ஸ்ட் டைம் இதுக்கு மேல சூப்பரா பாடணும். ஓகே ஓகே ரைக்கா. ஓகே, ஆல் தி பெസ്റ്റ്. താങ്ക് യു. അപ്പോൾ റൈക്ക ബേബിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 96.75 out of 100. താങ്ക് യു. റൈക്ക ബേബി ഹാപ്പി വർക്ക്. ടാറ്റാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മള് കാണാൻ കൊതിച്ച ഒരു കൊച്ചു കുട്ടി ഇപ്പൊ വരികയാണ് ഇങ്ങോട്ട്. ഞാൻ പുറത്തുനിന്ന് കണ്ടു കളയാൻ ഒരുങ്ങി നല്ല സുന്ദരിമനായിട്ട് വരികയാണ്. വിളിക്കട്ടെ? നമ്മുടെ സ്വന്തം എസ്തർ കുട്ടി എത്താണ്. വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ഷീലാമ്മയോ ജയഭാരതി ചേച്ചിയോ? ഹായ്. സുന്ദരിയായിട്ടുണ്ട്. ശാരദാമ്മയോ? ഒന്നും അറിയില്ലല്ലോ. ഞാൻ നോക്കട്ടെ, എനിക്ക് കാണുന്നില്ലല്ലോ. ഇത് എസ്തർ തന്നെയാണോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കേട്ടില്ല. അതാരാ? ആ ശബ്ദം എനിക്കറിയാലോ. മെടുക്കി കുട്ടി നല്ല പുള്ളിയുള്ള അത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആണ്. ഭയങ്കര രസമുണ്ട്. സുന്ദരി. എനിക്ക് ആ മുടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ഒരുപാട് വളർന്നു മുടി, നീളം വെച്ചു. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? കൊള്ളാട്ടോ. അതെ. ക്യൂട്ടി കുട്ടി ഇന്ന് ഏതാ പാട്ട്? ഇന്ന് തമ്പ്രാൻ തൊടുത്തത്. അത് ശരി. എന്താ തൊടുത്തത് തമ്പ്രാൻ? എന്താണ് തൊടുത്തതെന്ന് ചോദിക്കണം. ബാക്കി പറ, വരി പറഞ്ഞോ ബാക്കി. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്. ബാക്കി ഡീറ്റെയിൽസ് പറയാമോ? സിനിമ സിന്ദൂരച്ചപ്പ്. പാടിയത് മാതിയമ്മ.
മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ഉം. ലിറിക്സ് യൂസഫ് അലി KJG സാർ, യെസ് യെസ് പിന്നെ ലിറിക്സ് ഉം. അല്ല ലിറിക്സ് അല്ല വർഷം 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 1971. യെസ് വെടുക്കിക്കുട്ടി. എല്ലാം സംഗീതം എന്ന് പറയുമ്പോ ഒരു കാറ്റ് കുറച്ച് അധികമാണ് അതെ, അതെ, നമ്മുടെ അതെ. എസ്തർ ഊട്ടി. ഇതില് വേറെ നല്ല പാട്ടുകളുണ്ടല്ലേ? ആ മൺടച്ചാരെ മൊട്ടത്തലയ, അതെ. പിന്നെ പൂമലാളെ കണ്ടു ഞാൻ, പൂങ്കിനാവിൽ. അങ്ങനെ നല്ല നല്ല പാട്ടുകൾ വേറെ ഉണ്ട് അല്ലേ? ആ. അപ്പൊ ഇപ്പൊ പാടാൻ പോണത് തമ്പ്രാൻ തൊടുത്തത് മലരമ്പ് അല്ലേ? അതെ. തുടങ്ങാം. ആ. ഓൾ ദ ബെസ്റ്റ്. Thank you. Thank you. തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന്
എസ്തർ കുട്ടി, ഇതാരാ? എന്ത് രസത്തിലാ പാടുന്നേ. താങ്ക് യു. കാണാൻ എന്ത് രസം, കേക്കാൻ എന്ത് രസം. നല്ല രസമുണ്ടായിരുന്നു മറ്റേ ആക്ഷൻസ് ഒക്കെ കാണിച്ചത് കേട്ടോ. താങ്ക് യു. മൊത്തം ആക്ഷൻ സോങ്. അതെ അതെ അതെ. ചങ്ങലക്കിലുക്കം കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ പാടിയേ? ഒന്നുകൂടെ കാണിച്ചു തരുമോ എങ്ങനെ പാടിയേ? ചങ്ങലക്കിലുക്കം കേൾക്കുമ്പോൾ ചങ്കിനകത്തൊരു പിടപിടപ്പ്. ചങ്ങലക്കിലുക്കം കേൾക്കുമ്പോൾ ചങ്കിനകത്തൊരു പിടപിടപ്പ്. എന്ത് രസം കാണാന്നറിയോ? താങ്ക് യു. എന്റെ എസ്തർ കുട്ടിക്ക് കോൺഫിഡൻസ് ഇങ്ങനെ കൂടി കൂടി വരും. അതെ 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 ഇപ്പൊ ഒന്നും ആലോചിക്കുന്നില്ല. അതെ. പാട്ടങ്ങ് തുറന്നു വിടുകയാണ്. തുറന്ന് വിട്ട് അടിപൊളിയാക്കുക പാട്ട്. അതെ അതെ താങ്ക് യു. മിടുക്കിയായി വരുന്നുണ്ട്. നല്ല വൈബ്രന്റ് ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു. കോൺഫിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു. ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂം വരും. പക്ഷെ ഗ്ലൂം ഇല്ലാതെ എന്ത് എസ്തർ കുട്ടി അല്ലേ? എനിക്ക് ആ ഗ്ലൂമും കേൾക്കാൻ ഇഷ്ടാ സത്യമായിട്ടും. അപ്പൊ ഉഷാറായി പാടി. നല്ല പാട്ട്, നല്ല ശബ്ദം, നല്ല കോൺഫിഡൻസ്. അപ്പൊ അടിപൊളിയാണ് എസ്തർ കുട്ടി. താങ്ക് യു. ഓക്കെ, നന്നായി പാടി. തമ്പ്രാട്ടിയേ കൊള്ളാലും ഉഗ്രനായിട്ട് പാടിയല്ലോ. താങ്ക് യു. ഇപ്പൊ പേടിയോ ചമ്മലോ ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ അങ്ങ് വോയിസ് ഒക്കെ തുറന്നങ്ങ് വിടുകയാണ് അല്ലേ? അതെ. ആ ധൈര്യത്തിന് അങ്ങ് പാടുകയാണ് ഇപ്പൊ നമ്മുടെ എസ്തർ കുട്ടി. അടിപൊളിയായിട്ട് പാടിയിട്ടാ. എനിക്ക് ഇഷ്ടായി. താങ്ക് യു. എനിക്ക് വളരെ വളരെ ഇഷ്ടു. താങ്ക് യു. ആ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ. എനിക്ക് അനുപല്ലവിയിൽ എങ്ങനെയായിരുന്നു? ദാന ദാന തന ദാന, അതെങ്ങനെ ഒന്ന് പാടി? തന്താന താന തനതാന തനതാന ആഹോയ് ആഹോയ് ആഹോയ്. അവിടെ മാത്രം എനിക്കൊരു കുറച്ചൊന്ന് ശരിയാക്കണം തോന്നി. ആ സ്ലിപ്പായി പോയി. അത് മാത്രം അവിടെ മാത്രം. ബാക്കിയുള്ളടത്തൊക്കെ കറക്റ്റായി. അവസാനം ഒരു സംഗതി ഉണ്ടല്ലോ. അവസാനം പറ്റൂലൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാ? പറ്റൂല. അതെന്താ പാടിയല്ലോ? മനം പൊട്ടി നിന്നാൽ പറ്റൂല. കൊള്ളാലോ. അടിപൊളി ട്ടാ. താങ്ക് യു. മധുവങ്കളുടെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്ത് ഇഷ്ടു? അതെ. താങ്ക് യു. ചിക്കുവിനെ ഇങ്ങനെ പാടാതിരിക്കാൻ പറ്റൂല അല്ലേ? ചിക്കുവിനെ ഈ പല്ലൊക്കെ വരുന്നല്ലേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ആരും എന്ന് ആയും പറയാൻ പറ്റുന്ന കുഞ്ഞല്ലേ, മുത്തുക്കുട്ടിയല്ലേ, അങ്കിളുടെ ചക്കരക്കുട്ടിയല്ലേ, ആ പുന്നാരക്കുട്ടിയല്ലേ, ആ പിന്നെന്തൊക്കെ കുട്ടിയാണ്? എനിക്കറിയാം. എനിക്ക് ആ തേർഡ് ബീജം ഒന്ന് വായിച്ചു തരുമോ? അതിനകത്ത് നമ്മുടെ മുത്തുക്കുട്ടിയുടെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അറിഞ്ഞു വന്നാണോ അറിയാതെ വന്നാണോ എനിക്ക് അറിഞ്ഞൂടാ. അതറിയാതെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഒരു ജർക്ക് ഡാൻസ് പോലെ. അതെ നല്ല രസമായിരുന്നു കേട്ടോ അത്. താങ്ക് യു. പിന്നെ കോസ്റ്റ്യൂം ആദ്യമേ പറഞ്ഞില്ലേ, സൂപ്പറാണ് കോസ്റ്റ്യൂം. അതെ അസലായിട്ട് പാടി. ആക്ഷൻ സോങ് ഭയങ്കര സൂപ്പറായിരുന്നു അല്ലേ? അതെ അതെ. മിടുക്കിയാണ്. ഞാൻ പറയല്ലേ, കോൺഫിഡൻസ് ആണ് ഇപ്പൊ മെയിൻ. മാർക്ക് വേണ്ടേ? ആ തരട്ടെ. ആ. എസ്തർ കുട്ടി going to be awarded 98 on 100 today. താങ്ക് യു. വേറെ സന്തോഷം കൂടി ഉണ്ട്. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ എസ്തർ കുട്ടിയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോ ബില്ലിവേറ്റ് നൽകുന്ന ഗിഫ്റ്റ് നമ്മുടെ സ്വന്തം ആരി ചേച്ചി കൊണ്ടുവരികയാണ്. വെൽക്കം ആരി ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. പിടിച്ചോ, ഉണ്ട് പെർഫോമർ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. ടാറ്റാ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. എല്ലാ പ്രേക്ഷകരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.